ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതത് വൃത്തം ത്വം ച മാം ച പ്രഗേയോ ഗായത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത്. ഇത്യുക്ത്വൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണു പാഹി വാദാലയേശ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷമായി തൻ്റെ തൃക്കൈ കൊണ്ട് ആ ഗജേന്ദ്രനെ ആ തടാകത്തിൽ നിന്നും മുകളിലേക്ക് കരയിലേക്ക് കയറ്റി. എന്നിട്ട് ആ മുതലയെ തൻ്റെ കയ്യിലുള്ള ആ സുദർശന ചക്രം കൊണ്ട് കൊന്നുകളഞ്ഞു. ഗജേന്ദ്രൻ സാരൂപ്യം എന്ന ആ മുക്തിയെ പ്രാപിച്ചു. ഭഗവാനെ പോലെ ആകുക എന്നാണ് സാരൂപ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ രൂപം, ഭഗവാനെ പോലെയുള്ള ആ രൂപം ഇവിടെ ഗജേന്ദ്രന് ലഭിച്ചു. മുതലയിൽ നിന്നും ആ ഗന്ധർവൻ ശാപമോക്ഷം കിട്ടി. ഈ ഗജേന്ദ്രൻ അവിടെ അത്യധികം ശോഭിച്ചു നിന്നു, ഭഗവാനെ പോലെയുള്ള രൂപത്തോടു കൂടി. ഇനി ഏതത് വൃത്തം, ഈ കഥയും, ത്വാം ച നിന്നെയും, മാം ച എന്നെയും, യ ഏതൊരാൾ, പ്രഗേഗായത് പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നുവോ പാടുന്നുവോ. ഭഗവാൻ പറയാണ്, ഗജേന്ദ്രനോടായിട്ട് ഭഗവാൻ പറയാണ്, ഈ കഥയും നിന്നെയും, അതായത് ഗജേന്ദ്രനെയും എന്നെയും ഭഗവാനെയും ഏതൊരാളാണോ രാവിലെ പ്രഭാതത്തില് പ്രകീർത്തിക്കുന്നുവോ, അതായത് ഈ കഥ ആരാണ് രാവിലെ വായിക്കുന്നത്, സ അയാൾ, സ അയം, ഇവിടെ അയാള് ഭൂയസേ ശ്രേയസേ ഉത്തമമായ ശ്രേയസ്സുള്ളവനാകും, സ്യാദ് ആകും, ഇതി എന്ന് ഏനം ഉക്ത്വ ഇവനോട് അരുളി ചെയ്ത് ഭഗവാൻ പറയാണ്, നിന്നെയും എന്നെയും കുറിച്ചുള്ള ഈ കഥ, ഇത് പ്രഭാതത്തില് ആരാണ് ചൊല്ലുന്നത്, എന്നെ സ്മരിക്കുന്നത്, നിന്നെ സ്മരിക്കുന്നത്, ഈ കഥ ചൊല്ലുന്നത്, അയാള് ഉത്തമമായ ശ്രേയസ്സുള്ളവനായിട്ട് മാറും എന്ന് ഗജേന്ദ്രനോട് അരുളി ചെയ്തിട്ട്, തേന സാർത്ഥം അവനോട് കൂടി, സാർത്ഥം കൂടി, അവനോട് കൂടി, ധിഷ്ണ്യം ഗത സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക്, സ്വധാമത്തിലേക്ക് ഗത എഴുന്നള്ളിയ അല്ലെങ്കിൽ പോയ, ത്വം നിന്തിരുവടി, ഹേ വാതാലയേശ, അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ, വിഷ്ണു സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ, പാഹി മാം പാഹി, അടിയനെ രക്ഷിക്കണേ എന്ന് മേൽപ്പുത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ച് ആ ഗജേന്ദ്രനോടൊപ്പം ഇവിടെ തൻ്റെ ആ സ്വധാമമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയ, സാരൂപ്യം കൊടുത്ത് അവനെ അനുഗ്രഹിച്ച് അവനെയും കൊണ്ട് ആ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയ ഭഗവാനെ, സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ, അടിയനെ രക്ഷിക്കണേ എന്നിവിടെ മേൽപ്പുത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.